ചെറുശ്ശേരി ഉസ്താദ് ഹയാത്തിലുള്ള കാലം ആ ചെറുശ്ശേരി ഉസ്താദിനെതിരെ നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങളിപ്പോൾ തൊയ്ർ ഉസ്താദ് ലക്ഷണം കെട്ടവെന്ന് പറഞ്ഞപ്പോൾ കിട്ടിപ്പോയി, അത് താങ്ങണില്ല എന്നാ. താങ്ങാത്തോലി പണിക്ക് വരരുത്. അല്ലെങ്കിൽ ഗണ്ണൻ എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ചില മൊയിലിയന്മാരുണ്ടാവും നമ്മളടുത്ത് ഗണ്ണനത്തിന് വരും. നമ്മളെ ഭാഷ പ്രത്യേകിച്ച് തൊയ്ർ ഉസ്താദിൻ്റെ അടുത്തൊക്കെ 4 നാൾ കിട്ടുമ്പോൾ മെല്ലെ വിളിക്കും, നിങ്ങളെ കുറച്ച് കട്ടി കുറക്കിട്ടോ, അയക്കെന്തോ ഒരു നെഞ്ചുവേദന എന്തോ ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നമുള്ളവർ BP കൂടുന്നവര് ഒരു വാള് പറഞ്ഞു പോയാൽ മതി, ഗണ്ണത്തിന് വരുമ്പോൾ തിരിച്ച് നന്നായി കിട്ടും. ആ കിട്ടുന്നതിലൊന്നും ഒരു മയവും ഉണ്ടാവില്ല, വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ചുണ്ടാവും. അല്ലാഹ് വരെ അങ്ങനല്ലേ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, അങ്ങയെക്കുറിച്ച് ലക്ഷണം കെട്ടവനെന്ന് പറഞ്ഞ ഇവൻ അവനാണ് ലക്ഷണം കെട്ടവൻ. അതിലൊന്നും യാതൊരു അഡ്ജസ്റ്റും ഇല്ല. അപ്പം നിങ്ങൾ ഗണ്ണൻ നടത്തിയ കാലത്ത് ആ ചെറുശ്ശേരി ഉസ്താദിനെതിരെ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ചെറുശ്ശേരി ഉസ്താദിൻ്റെ ക്ലിപ്പിട്ടിട്ട് പറയുന്നുണ്ട്, ഈ മുസ്ലിയാരെ സെക്രട്ടറി ആകാൻ പറ്റുമോ എന്ന്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ശരി ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളിവിടെ പറഞ്ഞതാണ്. ചെറുശ്ശേരി ഉസ്താദിനെതിരെയും അതുപോലെ അന്ന് ശംസുൽ ഉലമയുടെ വഴിയിൽ നിന്ന ഉലമാഇനെയും നിങ്ങൾ തിരികേശ വിഷയത്തിൽ മാത്രം നടത്തിയ പ്രസംഗത്തിൽ എത്ര സ്ഥലത്താണ് നിങ്ങൾ പറഞ്ഞുള്ളത്? അതിൻ്റെ ചെറിയ രൂപം കേട്ടോളൂ. പല സ്ഥലങ്ങളിൽ നിന്നായി അയാളുടെ ഭാഷ ജമ്മു ചെയ്തതാണ്. ഒന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ ക്ലിപ്പൊക്കെ നടന്നാ പോരാ, കേരളം വിട്ട് പോയിട്ടല്ലേ പഠിച്ചത്, നാട് കാണാൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഓ മനുഷ്യ, നിങ്ങളാണോ ഈ കുട്ടികളെ പഠിപ്പിച്ച് ഹുദവിയാക്കി വിടുന്നതെങ്കിൽ നാശം തന്നെ. നെഹ്വറിയൂല സെറുഫറിയൂല കേട്ടോ. മുസ്ലിയാമാരെ മുന്നിൽ ഇയാൾ പറയുന്നുണ്ട്, പോയി എന്നാ തോന്നുന്നത്. ഇയാൾ ഈ സഫാത്ത് പറഞ്ഞപ്പോ പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പര് കേട്ട് കഴിയാത്തോണ്ട് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അർത്ഥം വെക്ക്, നിങ്ങൾ തെക്കിയിലാക്കി അങ്ങനെ ഉണ്ടാവറിയോ? ഹാദാസനതും പിന്നെ ഇത് ഞാൻ കൊടുക്കുന്ന സനതാണ്. കാരണം വലിയ വ്യക്തികളാണ്, വലിയ എതിരുണ്ടാവും. അപ്പൊ നിയമം തന്നെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവും. ഇയാളെ സമസ്തയുടെ സെക്രട്ടറി ആക്കാൻ പറ്റുമോ ഇല്ല? നിങ്ങൾ പറയും, ആ സമസ്ത നമുക്ക് തുടരാൻ പറ്റുമോ? ആലോചി. സുബ്ഹാനല്ലാഹ്, ഇന്ത്യന്റെ പ്രസിഡന്റ് ആയാൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും പലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ അന്നത്തെ ഗണ്ണനത്തിലെ ഓരോ പ്രയോഗങ്ങളാണത്. ചെറുശ്ശേരി ഉസ്താദിന്റെ ക്ലിപ്പിട്ട് വയ്ക്കുക, ഇയാളെ സമസ്തന്റെ സെക്രട്ടറി ആവാൻ പറ്റുമോ? ശംസുൽ ഉലമ നേരിട്ട് നിയമിച്ച ആളാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അത് ചോദിക്കാൻ ഈ ചെക്കൻ ആരാ? ആ ലഫ്ള് മറക്കാൻ പറ്റൂലല്ലോ നമുക്ക്. അയാളല്ലേ പ്രയോഗിച്ചേ. ഈ പീറ ചെക്കൻ വന്ന് ചോദിക്കുക, എന്ത് ചെറുശ്ശേരി ഉസ്താദിനെ സെക്രട്ടറി ആക്കാൻ പറ്റുമോ? അപ്പം അന്നത്തെ ഗണ്ണനം മാത്രമല്ല, നിങ്ങൾ എഴുതി എന്തൊക്കെ ഉണ്ട്. ഈ സുന്നി വോയിസ് നോക്കി, നിങ്ങൾ വലിയ ഭാഷ പിന്നെ പറയണ്ട. ഇപ്പം നമ്മൾ ഒരു രാഷ്ട്രീയ പ്രതിനിധിനെ കാണാൻ പോയാൽ ഇവർക്ക് എന്തിനായി ആളുകൾ എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പം മിനിയാന്ന് 2 ദിവസം തിരുവനന്തപുരത്തായിരുന്നു. കേരളത്തിലെ പുതിയ മന്ത്രിസഭാംഗങ്ങളെ പലരെയും നമ്മൾ നേരിൽ കണ്ടു. നമ്മൾ അവർക്ക് സാവിയത്തു സൂഫിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് അതുപോലെയുള്ള ഈ സംഭവത്തിനെതിരെ തൂഫാൻ, അതിന് നമ്മൾ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം അഭിനന്ദിച്ചു, ആദരിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടു, അങ്ങനെ പലരെയും കണ്ടു. സെക്രട്ടറിയേറ്റ് പോയ അങ്ങനെയാണല്ലോ. അപ്പോൾ പല 1-2 ആൾക്കാർ വയന്ന് നടക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കണ്ട്, അതാർക്കും കാണാം. കേരളക്കാരായ ഒരാൾക്ക് കേരളത്തിലെ മന്ത്രിനെ കാണാൻ പറ്റും, പോയിക്കൂടെ? അപ്പോൾ ഇവർക്കൊരു തീരുമാനം ഉണ്ട് അത്രേ. ഇവരെടുത്തുനിന്ന് സമ്മതം വാങ്ങിയിട്ട് വേണത്ര മന്ത്രിനെ കാണാൻ പോകാൻ. നിങ്ങളാര്? നിങ്ങളൊരു ചുക്കുവല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രതിനിധികളെയോ കേരളത്തിൻ്റെ ഭരണാധികാരികളോ ഇനി ഇന്ത്യൻ്റെ ഭരണാധികാരികളെയോ കാണാൻ നിങ്ങളുടെ ഒരു തിട്ടൂരത്തിൻ്റെയും ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു തോന്നൽ, നിങ്ങൾക്ക് ഇത് പറ്റുള്ളൂ. അതൊക്കെ തന്നെ പൊളിക്കാനാണ് ഞങ്ങളെ ഇടണേ. കാണൽ ഞങ്ങളെ പലരും കാണലുണ്ട്. ഇപ്പോൾ ഡൽഹി പോയി നമ്മൾ കണ്ട ചിത്രമെല്ലാം കൂടി ഇട്ട ബലം എന്താവും? ബലം ഇനി ഉണ്ടാവില്ല, ഹയാത്തിൽ തന്നെ ഉണ്ടാവില്ല. ഇവരുടെ
സ്വഭാവം മനസ്സിലാക്കാൻ ഒറ്റ പണി നോക്കിയോ. അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ചു എന്ന് നമ്മളിട്ട ഫോട്ടോൻ്റെ താഴെ ഇവന്മാരെഴുതിയ കമൻറ്റുകളൊന്ന് വായിച്ചാൽ മതി. എന്താ വേറെ എത്ര ടീമുണ്ട് ഇവിടെ? മുജാഹിദില്ലേ, ഇവിടെ ജമാഅത്തില്ലേ, ഖാദിയാനില്ലേ, CPM-കാരില്ലേ? ഇവരാരെങ്കിലും ഒരു മന്ത്രിയെ കണ്ടതിൻ്റെ പേരിൽ തെറി പറയോ? അത് ഈ അള്ളാന്റെ ദുനിയാവിൽ ഒരന്തമില്ലാത്ത തെറി ടീം ഇവരല്ലാതെ ആരാ? അതാ ഞങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഈ മർക്കസിലും കുറ്റ്യാടിയിലൊക്കെ നിങ്ങളെ പണി തെറി പഠിപ്പിച്ചു കൊടുക്കല? അതാ നിങ്ങളെ പണി? തോന്നിവാസം ചെയ്യാനും തോന്നിവാസം പറയാനും പഠിപ്പിക്കലാണോ കാരന്തൂരിലും പൂനൂരിലെ ഗാർഡനിലും പണി? ഒരു സംസ്കാരം ഒരു അരുകൂടെ പോകാറില്ല നമ്മൾ, തൊട്ട് തീണ്ടുക അതുപോലും ഉണ്ടായിട്ടില്ല. ഞമ്മക്കതിന് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെങ്ങനെ ആസ്വദിച്ച് കേൾക്കല. ഇപ്പം നമ്മളൊക്കെ അർജൻറ്റീനൻ്റെ കളിക്കാരനായി ഇങ്ങനെ വരില്ലേ, നമ്മളും അത് ആസ്വദിച്ച് കാണും. ഞങ്ങൾ ആദർശം പറയാം, നിങ്ങൾ അങ്ങനത്തെ കുരുത്തം കെട്ട പണികളൊക്കെ ചെയ്യാം. ഞങ്ങൾ ദീന് പറയാ, നിങ്ങൾ തീന് പറയാം. അതാണ് വ്യത്യാസം. അങ്ങനെ തന്നെ നടക്കട്ടെ. സംസ്കാരമൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പഠിപ്പിക്കണ്ട. സംസ്കാരം പറയാൻ നിങ്ങൾ ആളുമല്ല. അന്നത്തെ ഒരു സുന്നി വോയിസിൻ്റെ ഒറ്റ വാക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ സാധനം. സുന്നി വോയിസ് പോലെ ഔദ്യോഗിക പത്രം കണ്ടില്ല എഴുതിയത്, വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ് അല്ലേ? ഊളംപാറയിലും കുതിരവട്ടത്തും പോയി ചികിത്സിച്ചാലും മാറാത്ത മുഴുവട്ട്, വായിൽ വന്നത് വിളിച്ചു കൂവുകയും മനസ്സിൽ തോന്നുന്നത് എഴുതിവിടുകയും ചെയ്യുന്ന സാക്ഷാൽ മൂച്ചിപ്പിരാന്ത്, സമസ്താലയമെന്ന ബോർഡ് മാറ്റി ഭ്രാന്താലയമെന്ന ബോർഡ് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്നിട്ടിങ്ങനെ കാണാം, മുക്കം മൂരിക്ക് പണ്ട് ഭ്രാന്തളകിയത് വിഘടിത ചന്തയിലൂടെ നാം വായിച്ചു. മൂപ്പരുടെ അസുഖം ഗർഭം അലസിയതോടെ ഏറെക്കുറെ ശമിച്ചെങ്കിലും വിഘടിത ഭ്രാന്താലയത്തിൽ മാനസിക രോഗമുള്ളവർക്ക് യാതൊരു പഞ്ചവുമില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ്. സുന്നി വോയിസ് അത്. എന്നിട്ട് ഓല നമ്മളെ വാക്ക് പഠിപ്പിക്കണേ. അങ്ങനെ എത്ര ഉണ്ട് വായിക്കാൻ? ഇനി തൊയ്രുസ വാക്കി പിന്നെ വായിച്ചു തരും. ഞാൻ പറഞ്ഞു തരുന്നത് എവിടേക്കാണ് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് സമൂഹത്തെ. നിങ്ങളത്ര തെറി പറയാൻ പഠിച്ച ആരും പെടില്ല. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ ആരും എത്തൂല അങ്ങോട്ട്. ഞങ്ങൾ വിഷയത്തിൻ്റെ ഗൗരവേ പറയാലോ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവശനായ വാപ്പയോട് ഉപമിക്കുമ്പോൾ അവിടെ പിന്നെ ഇങ്ങനെ നിന്ന് ചേരമായത്തോടെ പറയാൻ അതിന് ഞങ്ങൾ കിട്ടൂല. ഭാഷയിൽ അതിശക്തമായി പറയും, വിഷയമാണ് പറയുക. നിങ്ങളാരെങ്കിലും ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കണ്ടതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അതുപോലൊരു കമൻ്റ് ഇട്ട് കാണിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഞങ്ങളായി അഭിനയിച്ചു വന്ന് നിങ്ങൾ ഇട്ടുണ്ടാവും. ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങളെ ആ കമൻ്റ് ഒന്ന് എണ്ണി നോക്കി നിങ്ങളെ കഥ അറിയാൻ. അപ്പോൾ ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ ചുരുക്കം.